ട്രേഡേഴ്സ് ഇന്ന് സ്ഥിരമിരുന്ന് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ലൊക്കേഷൻ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഇരുന്ന് ട്രേഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ സമയം മാർക്കറ്റ് ഓപ്പൺ ആവാൻ ഇനി ഒരു 5 മിനിറ്റും കൂടി ഉള്ളൂ. ഞാൻ ജസ്റ്റ് എത്തിയുള്ളൂ. അപ്പോൾ വിചാരിച്ചു ഇന്ന് എവിടെയെങ്കിലും മാറിയിരുന്ന് ഒന്ന് ട്രേഡ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അത്യാവശ്യം കുഴപ്പമില്ല, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. ആ സ്ഥലം കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ആ സ്ഥലം. ഇവിടെ ഒരു കുരിശടിയുണ്ട്, ഫ്രണ്ടിൽ നല്ല ബീച്ചുണ്ട്. കാർ ഇങ്ങനെ ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ട്, ബീച്ചിലേക്ക് നോക്കിയിരുന്നു. ഇവിടെ 1-2 ചേട്ടന്മാർ അവിടെ മീൻ പിടിക്കൽ പരിപാടികൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. മീൻ പിടിക്കൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇവിടെ ഇരുന്ന് ഒരു ട്രേഡ് എടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. സ്റ്റിയറിങ്ങിനെ ഞാനൊന്ന് കറക്റ്റ് ചെയ്ത് നമ്മുടെ ട്രേ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിളിൻ്റെ മേളിൽ, അല്ലെങ്കിൽ ടേബിൾ എന്ന് പറയാൻ പറ്റില്ല, വളരെ വെയ്റ്റ്ലെസ് ആണ്. ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അങ്ങനെ ഇത് വെളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം, അപ്പം കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇത് വച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങലൊക്കെ പാടായിരിക്കുക. ഈ ഒരു സ്ഥലത്തിരുന്നാണ് ട്രേഡ് എടുക്കുന്നത്. ഇവിടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഞാൻ ആ ട്രെയിൻ കൂടെ ഒന്ന് ഇങ്ങനെ ഇരിക്കും. ഇത് അത്ര യൂസ്ഫുള്ളായ ഒരു സംഭവമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഇത് കണ്ട, നമുക്ക് ജേണലൊക്കെ എഴുതണം നമ്മൾ ഇങ്ങോട്ട് സിസ്റ്റം മാറ്റി വെക്കേണ്ടി വരും, എന്നാൽ മാത്രമേ ഇത് എഴുതാൻ പറ്റുള്ളൂ. അപ്പം ഓക്കെ, സീനില്ല. നമുക്ക് ഒരു ടേബിളും കൂടെ പോലെ ഒന്നും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്ര ഒരു പിന്നെ കാറിലും കൂടെ അല്ലേ, അപ്പോൾ അതും കൂടെ നമ്മൾ നോക്കണം. ഓക്കെ, ഏതായാലും നമ്മളുടെ ജേണലൊക്കെ വെച്ച് നമ്മൾ സെറ്റായിട്ടുണ്ട്. ഇനി ട്രേഡിങ്ങിലേക്ക് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് സമയം എത്ര 9:24 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഏതായാലും ട്രേഡ് എടുക്കാം, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. നമ്മുടെ ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട്. ട്രേഡേഴ്സ് എടുത്തപ്പോൾ തന്നെ ഒരു ഗ്രീനിലാണ് കാണിക്കുന്നത്. 60 ക്വാണ്ടിറ്റി എടുത്തത്. 51,000-ൻ്റെ കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തത്. ഒരു 60 ക്വാണ്ടിറ്റി. നമുക്ക് ഒരു ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 927 നമുക്ക് നമ്മുടെ ആവറേജ് കിട്ടിയത്. ഏതായാലും നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തേക്കാം. ഓവറോൾ എൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യുന്നതാണ്. ഏതായാലും നോക്കാം നമുക്ക്. 927 ആണ് നമ്മളുടെ എൻട്രി. അപ്പം 889-ഉം 890-യും ട്രിഗർ പ്രൈസ് വന്നിട്ട് 890-യും വെച്ചേക്കാം. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ എൻട്രിയും ഓവറോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കൂടെ ഒന്ന് പ്ലോട്ട് ചെയ്ത് വെച്ചേക്കാം. 100 പോയിൻറ്റ്സ് സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് ഈ ഒരു ഏരിയയിലും. CPR എൻ്റെ വെച്ച് നോക്കിയാൽ R3 റെസിസ്റ്റൻസ് മേളിലാണുള്ളത്. ഓക്കെ, ഫൈൻ, കുഴപ്പമില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 78 പോയിൻറ്റ്സ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സൽ ആവാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ പെട്ടെന്ന് കൊടുക്കത്തില്ല, ഏകദേശം നമ്മളുടെ ടാർഗറ്റിൻ്റെ അടുത്ത് എത്തിയിട്ട് വല്ല റിവേഴ്സ് ആവാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് ട്രെയിൽ ചെയ്ത് കൊടുക്കാം ട്രേഡേഴ്സ്. ഇപ്പോൾ ഒരു 1200 ഒരു ഓവറോൾ ഒരു 3000-ൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു 2200 2300-ൻ്റെ അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെയും കൂടെ നമുക്കൊന്ന് ട്രെയിൽ ചെയ്ത് വയ്ക്കാം. അപ്പം എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നതെന്നനുസരിച്ച് ട്രേഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബുള്ളിഷ് മൊമെൻറ്റം കിട്ടുന്നുണ്ട്. ഒരുപാട് പേര് ഇവിടെ സെല്ല് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം മാർക്കറ്റ് ബുള്ളിഷാണ് എന്നും വിചാരിച്ചിട്ട് ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പണായി ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ചാൻസസ് ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളവരുടെ സ്റ്റോപ്പ് ലോസസ് താഴെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മേലിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബൈ എൻട്രി കൺസിഡർ ചെയ്യാനുള്ള കാര്യം. ഇപ്പം ഏകദേശം ഒരു 1400 പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് 961. ഓക്കെ, 961-ൻ്റെ വെരി ഗുഡ്. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ മാറ്റി നമുക്ക് നമ്മളുടെ ടാർഗറ്റ് പ്ലേസ് ചെയ്യാം ട്രേഡേഴ്സ്. 977 നമ്മുടെ ടാർഗറ്റ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്.
927 ആണ് നമ്മളുടെ ആവറേജ് ബൈയിങ് പ്രൈസ്. ഇനിയിപ്പോൾ ഈ ട്രേഡിൽ നമുക്ക് ലോസ് ഇല്ല, കാരണം നമ്മളുടെ സ്റ്റോപ്പ് ലോസിന് ഇനി നമുക്ക് ട്രെയിൽ ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ ഈസി ട്രേഡ്. ഇനിയിപ്പോൾ ഇവിടുന്ന് റിവേഴ്സ് ആവുകയാണെങ്കിലും നോ ടെൻഷൻ. ജസ്റ്റ് എത്ര പോയിൻറ്റ്സിൻ്റെ 72 പോയിൻറ്റ്സ്. ആ ഒരു ക്യാൻഡിൽ 72 ഒരു 20-30 പോയിൻറ്റ്സും കൂടെ തന്നിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ട്രേഡിൽ നിന്ന് വെളിയിലിറങ്ങിയേനെ. കുഴപ്പമില്ല. അതാ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സീനില്ല. ഇനിയിപ്പോൾ ഈ ട്രേഡിൽ നമുക്ക് ലോസ് ഉണ്ടാകത്തില്ല ട്രേഡേഴ്സ്. നമ്മളിനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് റിവേഴ്സൽ ആവാൻ തുടങ്ങുന്നുണ്ട്. നമുക്കിന്ന് ഇന്നെന്നല്ല എന്നാണെങ്കിലും പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ക്യാപിറ്റലിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്. ചില സമയത്ത് നമുക്കത് പറ്റില്ല, ചില സമയത്ത് നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ചില സമയത്ത് നമുക്ക് എഗനിസ്റ്റ് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. സോ പക്ഷേ മാക്സിമം നമ്മളുടെ ഫേവറിൽ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ അടുത്തുനിന്നാണ് തിരിച്ചു വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ പെട്ടെന്ന് തന്നെ നമ്മൾ ട്രെയിൽ ചെയ്തേക്കുക. കാരണം പിന്നെ അത്രയും വലിയൊരു സ്റ്റോപ്പ് ലോസ് ബെയർ ചെയ്യേണ്ട ആവശ്യമില്ലതാ. തിരിച്ച് ഏകദേശം നമ്മുടെ കോസ്റ്റിനടുത്ത് എത്തുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് 947, 950 സ്റ്റോപ്പ് ലോസിനെ ഒന്ന് ട്രെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും വീണ്ടും കയറാൻ തുടങ്ങി. അവിടുന്ന് റിജക്ഷൻ വരാൻ തുടങ്ങി. എക്സാക്ട്ലി നല്ലൊരു ട്രേഡായിരുന്നു. നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റ് മൂവും ചെയ്തായിരുന്നു. ഒരു 10-20 പോയിൻറ്റ്സിൽ നിന്നാണ് മാർക്കറ്റ് ഇപ്പോൾ റിജക്ഷൻ കാണിക്കുന്നത്. നോ ഇഷ്യൂ. ഇനിയിപ്പോൾ ഇവിടുന്ന് റിജക്ഷൻ കാണിച്ച് അല്ലെങ്കിൽ താഴത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിലും റിവേഴ്സൽ ആവുകയാണെങ്കിൽ കൂടി നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് കോസ്റ്റിൽ തന്നെ എക്സിറ്റ് ചെയ്യാം. 932 ജസ്റ്റ് ഒരു 5 പോയിൻറ്റ്സ് പ്ലസ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രോക്കറേജും ചാർജസും അവിടെ മീറ്റ് ചെയ്തോളും. സോ നോ പ്രോഫിറ്റ് അല്ലെങ്കിൽ നോ ലോസ് ഡേ. ഓക്കെ, ഞാൻ പ്ലേസ് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. നമ്മുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഞാൻ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ മാർക്കറ്റ് തിരിച്ച് റിവേഴ്സലായി താഴത്തേക്ക് വരുവാണെങ്കിൽ പിന്നെ താഴത്തോട്ട് വീഴാനായിരിക്കും ചാൻസ്. പിന്നെ നമ്മൾ അത്രയും വലിയ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് അവിടെ നിന്ന് അത്രയും വലിയൊരു സ്റ്റോപ്പ് ലോസ് ബെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഫേവറായിട്ടല്ലായിരുന്നു മാർക്കറ്റ് പോയെങ്കിൽ ഓക്കെ, വേറെ വഴിയില്ല. ട്രേഡിൽ എൻ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ആ ട്രേഡിങ് ഇൻ ദ സോൺ എന്ന് പറഞ്ഞ ബുക്കൊന്ന് വായിക്കണം. നിങ്ങൾക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ ഒരു പ്രാവശ്യം ചിലപ്പോൾ അത്രയും നമുക്ക് മനസ്സിലാവില്ല, 2-3 പ്രാവശ്യം വായിക്കാം. ഞാനൊരു 2 പ്രാവശ്യം വായിച്ചു. ഒരു 2 പ്രാവശ്യം മുഴുവനായിട്ടും വായിച്ചെന്ന് പറയാൻ പറ്റില്ല, ഒരു 1.5 പ്രാവശ്യമൊക്കെ വായിച്ചെന്ന് പറയാം. കാരണം പിന്നെ കുറേ കഴിയുമ്പോൾ നമുക്ക് മടുക്കുമല്ലോ. പക്ഷേ വളരെ നമ്മുടെ സൈക്കോളജിയെ ഹെൽപ്പ് ചെയ്യുന്നതും നമ്മളെ ഒന്ന് കൺസിസ്റ്റൻ്റ് ആയി വയ്ക്കുന്നതും ആ ഒരു ബുക്കിന് നല്ലൊരു പാട്ടുണ്ട്. ഓക്കെ, താഴത്തോട്ട് വരുന്നുണ്ട് മാർക്കറ്റ് ഏകദേശം. ഓക്കെ ട്രേഡേഴ്സ്, നമ്മുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.